ഓ ഉടഞ്ഞ അധ്യായം തന്നെ. ആര്? ആ ആർക്കെതിരായിട്ട്? അത് പിന്നെ സംശയം. അടഞ്ഞ അധ്യായത്തിന് പിന്നെ പറഞ്ഞാ ഇല്ല, തുറക്കേണ്ട വന്നില്ല. ഒരു കാര്യമില്ല, തുറക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ ആദ്യം പറഞ്ഞാണ്, ധനരാജ് രക്തസാക്ഷി കൊണ്ടുപോയി ബന്ധപ്പെട്ട കാര്യം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. ഞങ്ങൾക്ക് യാതൊന്നും മറച്ചു വെക്കാനില്ല. അത് ഞാൻ മിനിഞ്ഞാൽ 2-3-4 ദിവസം മുമ്പേ പറഞ്ഞു. അപ്പോൾ ഇന്നലെ കുഞ്ഞീഷ്ണൻ എടുത്ത നിലപാട്, കുഞ്ഞീഷ്ണനെ പാർട്ടി പുറത്താക്കിയതാണ്. പിന്നെ കുഞ്ഞീഷ്ണനെ പാർട്ടി പുറത്താക്കി കുഞ്ഞീഷ്ണനെ മഹത്വവൽക്കരിച്ചിട്ടാണോ സംസാരിക്കുക? വിമർശനാത്മകമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ ചീത്ത പറയാനൊന്നും പോയിട്ടില്ല. നല്ല രീതിയിൽ പയ്യന്നൂരിൻ്റെ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കുന്നതിന് വേണ്ടിയോ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ തകർക്കുന്നതിന് വേണ്ടിയോ ഒരു കുഞ്ഞീഷ്ണന് സാധിക്കില്ല എന്ന കൃത്യമായ കാര്യം ഞാൻ പറഞ്ഞു. അതിൻ്റെ കൂടി പ്രതികരണമാണ് ഇന്നലത്തെ സ്വീകരണ യോഗം എന്നും പറഞ്ഞു. അത്രയേ പറഞ്ഞിട്ടു. വെല്ലുവിളിക്കൊന്നും അതൊന്നും ഏറ്റെടുക്കാനേ പോകുന്നില്ല. ആര് വെല്ലുവിളി? ആരാ വെല്ലുവിളിക്കുക? പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ള ഒരാൾ പിന്നെ എന്ത് വെല്ലുവിളി വിളിക്കുക? ഞങ്ങളതൊന്നും അന്വേഷിക്കാനേ പോകുന്നില്ല, അന്വേഷിക്കാൻ പോകുന്നില്ല എന്ന് മലയാളിലെ പറയുന്നു. ഏത് കണക്കും? കണക്കെല്ലാം ഞങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. മനസ്സില്ല പോരെ? കുഞ്ഞീഷ്ടം പറയുന്ന ചോദ്യം കൊണ്ട് പുറപ്പെട്ടിരിക്കുക ചെറിയ ആൾ. നിങ്ങൾ കുറേ കൊല്ലം നടക്കും, അത് അത്രയൊന്നും കാലം നടക്കില്ല, വളരെ ചുരുക്കം സമയം കൊണ്ട് അവസാനിക്കും. ഏതാ, ഏഷ്യാനെറ്റാണോ? അല്ലാതെ ചോദിച്ചത്? റിപ്പോർട്ടർ. ശരി, ഇല്ല, കുഞ്ഞീഷ്ടം പറയുന്നത് ചർച്ചയില്ല. കുഞ്ഞീഷ്ടൻ്റെ കണക്ക് നോക്കേണ്ട ഉത്തരവാദിത്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇല്ലാന്ന്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൃത്യമായ കണക്കുണ്ട്. പിന്നെ ഇതിനാ കുഞ്ഞീഷ്ടൻ്റെ കണക്ക് നോക്കുന്നു? കുഞ്ഞീഷൻ എന്തെല്ലാം പറയാൻ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ ആ കുഞ്ഞീഷൻ പറയുന്നത് ഞങ്ങൾ ആരെങ്കിലും മുഖവിലേക്ക് എടുക്കുമോ? ഏത് കണക്ക്? പിന്നെന്താ, എല്ലാം അവതരിപ്പിച്ചതല്ലേ, പാർട്ടിക്ക് ഉടനീളം പറഞ്ഞതല്ലേ, പാർട്ടിയിൽ ഉടനീളം നമ്മൾ റിപ്പോർട്ട് ചെയ്തതല്ലേ. ഞങ്ങളുടെ കണക്കില്ലേ, ആ കണക്ക് ഞങ്ങൾ അവതരിപ്പിക്കും. അതിനെന്താ കുഴപ്പം? ജനങ്ങളുടെ മുമ്പിലും അവതരിപ്പിക്കും. പറഞ്ഞില്ലേ? പിന്നെന്താ? ജനങ്ങളുടെ മുമ്പിൽ എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത്? അതുപോലെ ജനങ്ങൾ പാർട്ടി മെമ്പർമാർ മാത്രമാണോ? നമുക്ക് നോക്കാം. നിങ്ങൾക്ക് നിർദ്ദേശമുണ്ടോ പറയാം. പൊതുവേദിയിൽ നിന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിക്കും. കേസ് കൊടുക്കുക. അതാ പറഞ്ഞ കേസ് MP ജയരാജൻ കേസ് കൊടുക്കും. എൻ്റെ പേര് പറഞ്ഞിട്ട് ഞാനും കേസ് കൊടുക്കും. പിന്നെന്താ? തോന്നിവാസം പറയാൻ പുറപ്പെട്ടാൽ അതിന് കേസ് കൊടുക്കും. ജയരാജേട്ടൻ പറഞ്ഞാലും ഗോവിന്ദമാഷ് പറഞ്ഞാലും ആര് പറഞ്ഞാലും ഇമാതിരി തോന്നിവാസം എന്തെങ്കിലും പത്രത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പുസ്തകത്തിലോ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരായിട്ട് കേസ് കൊടുക്കേണ്ടി വരും. പോരെ? കുഞ്ഞീഷ്ണൻ്റെതായ അഭിപ്രായമാണ്, അത് പാർട്ടിയുടെ അഭിപ്രായമല്ല. കുഞ്ഞീഷ്ണൻ പാർട്ടിയെ തിരുത്താൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടത് പാർട്ടിയെ തകർക്കാനാണ്. അത് പാർട്ടിക്കും ജനങ്ങൾക്കും അറിയാം. പാർട്ടിയെ തകർക്കാൻ ശ്രമിച്ചവരുമായി പാർട്ടി യാതൊരു സന്ധിയുമില്ല. ഇനി പാർട്ടിയെ തകർക്കാൻ ലക്ഷ്യമാക്കി എഴുതിയ പുസ്തകങ്ങൾ ആരുടെയൊക്കെ പേരുകൾ പരാമർശിച്ചാലും വ്യക്തികളല്ല പാർട്ടി, പാർട്ടിയാണ് പാർട്ടി. പാർട്ടി അംഗങ്ങൾ മാത്രമല്ല പാർട്ടി, പാർട്ടി അംഗങ്ങളോടൊപ്പം ബഹുജനങ്ങളും ഉൾക്കൊള്ളുന്നതാണ് പാർട്ടി. കുഞ്ഞീഷ്ണൻ പാർട്ടിയിൽ നിന്ന് വെളിയിൽ പോയിട്ട് കുഞ്ഞീഷ്ണൻ തന്നെ പറഞ്ഞു എന്നെ പുറത്താക്കും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എഴുതുന്ന പുസ്തകത്തിന് പാർട്ടിയുടെ ആധികാരികതയില്ല. കുഞ്ഞീഷ്ണൻ എന്ന് പറയുന്ന പാർട്ടി വിരുദ്ധന്റെ പുസ്തകമാണ്. മതി കുഞ്ഞീഷ്ണനെ മതി. കുഞ്ഞീഷ്ണൻ ജയിച്ചുകൊണ്ടിരിക്കും. ജയിക്കുന്നവർ ജയിച്ചുകൊണ്ടിരുന്നു. കാരണം ഏഷ്യാനെറ്റിലല്ലേ, ഏഷ്യാനെറ്റിലെല്ലാമാണ് സാധാ കുഞ്ഞീഷ്ണനെ കോടതി ചാടിച്ചത്. അത് കണക്ക് മതി. കണക്കിനെ പറ്റി പറഞ്ഞു. ഇനിയില്ല. ഇനി ഇതിന്റെ ഇത് സംബന്ധിച്ച് ഇത് സംബന്ധിച്ച് ഒരു വാര വിശദീകരണം ഉദ്ദേശിക്കുന്നു. പറഞ്ഞു വെച്ചു. അത് കോൺഗ്രസ് എടുത്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ആ നിലപാട് കോൺഗ്രസ് എടുക്കുന്നില്ല, പിന്നെ കോൺഗ്രസ് ആവുമോ? കുഞ്ഞീഷിനെ പറ്റി നിങ്ങൾ ഇങ്ങനെ ചോദിച്ചതുപോലെ KPCC പ്രസിഡന്റിനോട് നിങ്ങൾ ഇതുപോലെ ചോദിക്കുമോ? രാഹുലിനെ പറ്റി ഒരു 10 ചോദ്യം വന്നതുപോലെ ജയ്ഹിന്ദ് TVയുടെ ആള് ചോദിക്കുമോ? ചോദിക്കുമല്ലേ? ഇല്ല, അതൊന്നും ചോദിക്കില്ല. അങ്ങനെ ചോദിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ചോദിക്കുകയും ചെയ്യില്ല. നിങ്ങൾക്കെല്ലാം നിലപാടുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ നിലപാട് ഞങ്ങൾക്കെതിരാണ്. ശരി, അവസാനിപ്പിക്കാം.